വെൽക്കം ബാക്ക് ടു അനദർ എപ്പിസോഡ് ഓഫ് നോറ ടൈംസ്. രാത്രി ബിരിയാണിയൊക്കെ കഴിച്ച് കിടന്ന് മോർണിംഗ് എഴുന്നേറ്റപ്പോൾ പിള്ളേരൊക്കെ എന്നോട് ടാറ്റ പറഞ്ഞ് പോവുകയാണ്. ബിക്കോസ് ദി റീച്ച് ദെയർ ഡെസ്റ്റിനേഷൻ ഹസ്രത്ത് നിസാമുദ്ദീൻ റെയിൽവേ സ്റ്റേഷൻ. നമ്മുടെ ഡെസ്റ്റിനേഷനിൽ എത്തിയിരിക്കുകയാണ് 2 ദിവസത്തെ ലോങ് ജേർണിക്ക് ശേഷം. സോ വെൽക്കം ബാക്ക് ഗൈസ്. 2 days ട്രെയിൻ ജേർണി കംപ്ലീറ്റ്ലി എന്നെ എക്സോസ്റ്റ് ചെയ്തിട്ടുണ്ട്. സോ ഞാൻ ക്ലോക്ക് റൂം തപ്പിപ്പോവുകയാണ്. ക്ലോക്ക് റൂമിൽ ലഗേജ് വെച്ച് ഒന്ന് ഫ്രഷ് അപ്പ് ചെയ്തിട്ട് ഞാൻ ഫുഡ് തപ്പിപ്പോവാനുള്ള പ്ലാനിലാണ്. അടുത്ത് തന്നെ ഒരു മലയാളി ഹോട്ടലുണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങി നടക്കുകയാണ്. ഹലോ, ഞാനിപ്പോൾ മെട്രോ സ്റ്റേഷനിൽ നിന്ന് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങി ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് കേരള ഹോട്ടൽ തപ്പി. ഇവിടുന്ന് ഒരു 2 kilometers കഴിഞ്ഞാൽ കേരള ഹോട്ടലുണ്ട്. ഇപ്പോൾ അങ്ങോട്ട് പോവാണ്. നോർത്തിൽ ട്രിപ്പൊക്കെ പോവുകയാണെങ്കിൽ നമുക്കറിയാം ഡൽഹിയിലെത്തിയിട്ട് അവിടുന്ന് ട്രെയിൻ മാറിക്കയറേണ്ടി വരും. സോ ഡൽഹിയിൽ എത്തിക്കഴിഞ്ഞാൽ മാക്സിമം അവിടുന്ന് മലയാളി ഹോട്ടൽസ്, നമ്മൾ മല്ലൂസ് ആയതുകൊണ്ട് അല്ലെങ്കിൽ സൗത്ത് ഇന്ത്യൻ ഫുഡൊക്കെ കഴിക്കാൻ നോക്കുക. അവിടുത്തെ ഫുഡും നല്ലതാണ്, പക്ഷേ ട്രെയിനിൽ നിന്ന് നല്ല ഹെൽത്തി അല്ലാത്ത ഫുഡ് കഴിച്ചതുകൊണ്ട് നല്ല ഹെൽത്തി ഫുഡ് തപ്പി പിടിച്ച് കഴിക്കാൻ നോക്കുക. അങ്ങനെ ഞാൻ 2 kilometers ഒക്കെ നടന്ന് ഡെസ്റ്റിനേഷൻ എത്തി. അപ്പൂസ് കേരള ഹോട്ടലാണ്. കുഴപ്പമില്ല, ഇവിടുത്തെ ഫുഡ് അത്ര എന്താ പറയുക എന്നൊന്നും പറയാനില്ല, പക്ഷെ ഓക്കെയാണ്. കാരണം ട്രെയിനിലെ ഫുഡ് കഴിച്ച് ടേസ്റ്റ് ബഡ്സ് ഒക്കെ പോയിരിക്കുന്ന എനിക്ക് ഈ പൊറോട്ടയും എന്താ പറയുക മുട്ടക്കറിയും ഭയങ്കര ടേസ്റ്റ് ആയിട്ടാണ് ഫീൽ ചെയ്തത്. പിന്നെ നെക്സ്റ്റ് ഒരു ഗുഡ് ക്വാളിറ്റി പറയുകയാണെങ്കിൽ നോർത്ത് ഇന്ത്യൻ ട്രിപ്പ് പോകുമ്പോൾ ഡൽഹിയിൽ നമുക്ക് പെട്ടെന്ന് കവർ ചെയ്യാൻ പറ്റും. ഇപ്പം ഞാൻ പോയിട്ടുള്ളത് ചാന്ദിനി ചൗക്കിലോട്ടാണ്. മെട്രോ കയറിയിട്ടാണ്. ചീപ്പ് റേറ്റേ ഉള്ളൂ. ഡൽഹിയുടെ ഒരു ഏറ്റവും വലിയ ബെനിഫിറ്റ് എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് എല്ലാ ഭാഗത്തോട്ടും എന്തുണ്ട്, മെട്രോ ഉണ്ട്. എന്നിട്ട് ഞാൻ ചാന്ദിനി ചൗക്കിലുള്ള സ്ട്രീറ്റ് ഷോപ്പിങ്ങിനാണ് പോയത്. അവിടെ ഇഷ്ടം പോലും കളക്ഷൻസ് ഉണ്ട്. നിങ്ങൾക്ക് അഫോർഡബിൾ ആയിട്ട് വാങ്ങണമെങ്കിൽ നന്നായിട്ട് ബാർഗെയിൻ ചെയ്യേണ്ടി വരും. ഞാൻ ഓൾമോസ്റ്റ് ആ ഒരു ചാന്ദിനി ചൗക്കിലെ സ്ട്രീറ്റ് കംപ്ലീറ്റ്ലി നടന്നിട്ടാണ് എനിക്ക് 2 ജാക്കറ്റ്സ് കിട്ടിയത്. 2 ജാക്കറ്റ്സ്, സോക്സ്, അതുപോലെ ഗ്ലൗസ്, ഇതൊക്കെ ഞാൻ മേടിച്ചു. പക്ഷേ ബാർഗെയിൻ ചെയ്യണം ഗൈസ്. നിങ്ങളുടെ മാക്സിമം നിങ്ങൾ ബാർഗെയിൻ ചെയ്യണം. എനിക്ക് തോന്നുന്നു ഞാൻ പണ്ട് സരോജിനി മാർക്കറ്റ് പോയിട്ടുണ്ട്, പക്ഷെ അതിനേക്കാളും അഫോർഡബിൾ ആയിട്ടാണ് ചാന്ദിനി ചൗക്ക് എനിക്ക് ഫീൽ ചെയ്തത്. ഇത് കഴിഞ്ഞിട്ട് ഞാൻ നേരെ തൊട്ടടുത്ത് ചാന്ദിനി ചൗക്ക് സ്ട്രീറ്റിന് തൊട്ടടുത്താണ് റെഡ് ഫോർട്ട്. അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. റെഡ് ഫോർട്ടിലോട്ട് പോകുമ്പോൾ കുറേ പേര് നമ്മൾക്ക് അങ്ങോട്ട് ഡ്രോപ്പ് ചെയ്യാം, ഇങ്ങോട്ട് ഡ്രോപ്പ് ചെയ്യാം. ബിക്കോസ് നമുക്ക് സ്ഥലം അറിയാത്തതുകൊണ്ട് വരും. പക്ഷെ നടന്നു പോകാനുള്ള ദൂരമേ നമുക്കുള്ളൂ. നടക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ. ഞാൻ അവിടെ നിന്ന് ഒരു പാരക്കൊക്കെ മേടിച്ച് കഴിച്ചു. അങ്ങനെ നേരെ റെഡ് ഫോർട്ട് തപ്പിപ്പോയപ്പോൾ ദ പ്രോബ്ലം ഈസ് അന്നല്ല 2-3 ദിവസം കഴിഞ്ഞാൽ റിപ്പബ്ലിക് ഡേ ആയതുകൊണ്ട് റെഡ് ഫോർട്ട് ഓപ്പൺ ആയിരുന്നില്ല. അപ്പോൾ പുറത്തുനിന്ന് കുറച്ച് വിഷ്വൽസ് ഒക്കെ എടുത്തു. പിന്നെ അവിടെ ശിവഭഗവാന്റെ എന്തോ സംഭവമായിട്ട് ഒരു ഫ്രീ ഫുഡ് സപ്ലൈ ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ മാക്സിമം ഞാൻ ഇതൊക്കെ അവോയ്ഡ് ചെയ്തു, ബിക്കോസ് ട്രിപ്പ് കൊളാക്കേണ്ട ഫുഡ് പോയ്സൺ കിട്ടിയെന്ന് പറഞ്ഞിട്ട്. ഹലോ, ഞാൻ എവിടെ പോവാന്നറിയോ? മൊഹബത്ത് കാ സർബത്ത് കുടിക്കാൻ പോവുകയാണ് ഗൈസ്. ഏതൊക്കെയോ ഒരു ഉൾവഴിയാണ് പോയിക്കൊണ്ടിരിക്കണേ. ഇവിടെ ഒരു വണ്ടി ഇരിക്കണം, വണ്ടിയല്ല റിക്ഷ. ഓക്കെ, അപ്പോൾ അവിടെ എത്തിയിട്ട് ഇനി കാണാം. യെസ്, അങ്ങനെ നമ്മൾ മൊഹബത്ത് കാ സർബത്ത് എത്തി ഫൈനലി. ആക്ച്വലി പണ്ട് ഞാൻ കുറേ വട്ടം ഡൽഹി വന്നിട്ടുണ്ടെങ്കിലും എനിക്ക് ജമാ മസ്ജിദ് പോകാനോ മൊഹബത്ത് കാ സർബത്ത് കുടിക്കാനോ എനിക്ക് ടൈം കിട്ടിയിട്ടില്ല. ഇപ്രാവശ്യം ഞാൻ അത് രണ്ടും ചെയ്യുമെന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് ഡൽഹി പോയത്. അപ്പം എൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞു, ഞാനിത് കുടിച്ചു. ഓക്കെയാണ്. ദാറ്റ്സ് ഇറ്റ്. അങ്ങനെ സക്സസ്ഫുള്ളി നടന്ന് ഞാൻ ജമാ മസ്ജിദ് എത്തി. ജമാ മസ്ജിദിൻ്റെ 3rd gate ആണ്. ചാന്ദിനി ചൗക്കിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഇതൊക്കെ വരുന്നത്. നിങ്ങൾ വേറെ മെട്രോ കയറേണ്ട ഒരു ആവശ്യമില്ല. ആക്ച്വലി ഇങ്ങോട്ടൊക്കെ മെട്രോ ഉണ്ടെങ്കിലും നടന്നെത്താവുന്ന ദൂരേ ഉള്ളൂ ഇതൊക്കെ. ഇത് ഞാൻ എടുത്ത കുറച്ച് വിഷ്വൽസ് ആണ്. ഡൽഹി ജമാ മസ്ജിദിൻ്റെ ഒരു ഹിസ്റ്ററി എടുക്കുകയാണെങ്കിൽ മുഗൾ എംപയർ ഷാജഹാൻ്റെ പീരീഡിലാണ് ഇത് ബിൽഡ് ചെയ്തിട്ടുള്ളത്. ആക്ച്വലി ഇതിൻ്റെ പിന്നിൽ 5,000 വർക്ക് ഫോഴ്സ് ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അറബ്, ടർക്ക്, യൂറോപ്പ്, പേർഷ്യൻ ഏരിയസിൽ നിന്നുള്ള വർക്കേഴ്സ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു വർക്ക് ഫോഴ്സാണ് ഇതിൻ്റെ പണി കഴിപ്പിച്ചിട്ടുള്ളത്. ഡൽഹിയിൽ വന്നാൽ നിങ്ങൾ മസ്റ്റായിട്ടും വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്പോട്ടാണ് ഡൽഹി ജമാ മസ്ജിദ്. ഞാൻ പറഞ്ഞല്ലോ, ചാന്ദിനി ചൗക്ക് പോയ തൊട്ടടുത്താണ് റെഡ് ഫോർട്ട്, ഡൽഹി ജമാ മസ്ജിദ്. പിന്നെ
എന്താ ചാന്ദിനി ചൗക്ക് സ്ട്രീറ്റ്. പിന്നെ നിങ്ങൾക്ക് പോകാൻ പറ്റുന്ന സ്ട്രീറ്റ് ഷോപ്പിങ്ങിന് സരോജിനി നഗർ പോവാം, ലോട്ടസ് ടെമ്പിൾ പോവാം, പിന്നെ കുത്തുബ് മിനാറും കാണാം. അന്നത്തെ ദിവസം രാത്രി നിങ്ങൾക്ക് തിരിച്ച് നിങ്ങളുടെ ഡെസ്റ്റിനേഷനിലോട്ട് ട്രെയിൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത്രയും ഏരിയാസേ കവർ ചെയ്യാൻ പറ്റുള്ളൂ ഗൈസ്. ബിക്കോസ് ഡൽഹി ഭയങ്കര മെട്രോപൊളിറ്റൻ സിറ്റി ആണെന്ന് അറിയാമല്ലോ, ഭയങ്കര ക്രൗഡഡ് ആണ്. എനിക്ക് ടൈം കളയാനുണ്ടായിരുന്നില്ല ബിക്കോസ് എനിക്ക് ഹസ്രത്തിൽ പോയി അവിടുന്ന് ക്ലോക്ക് റൂമിൽ നിന്ന് ലഗേജ് ഒക്കെ എടുത്ത് ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷനിലോട്ട് വരണം. എനിക്ക് അവിടെ നിന്നായിരുന്നു ട്രെയിൻ. സോ ഞാൻ പോകുന്ന വഴിക്ക് തന്നെ ഫുഡൊക്കെ കഴിച്ചു. എൻ്റെ എപ്പിസോഡ് ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഗൈസ് ലൈക്ക്, ഷെയർ, കമൻറ്റ്. നിങ്ങൾ ട്രാവൽ ലൈഫ് സ്റ്റൈൽ വ്ളോഗ്സ് ഒക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ടു ഫോളോ മീ.